നമ്മൾ പോകുന്നത് അടുത്ത പെർഫോമൻസിലേക്കാണ്. വഞ്ചിപ്പാട്ടാണ്. വഞ്ചിപ്പാട്ടിന്റെ കൂടെ മേഘ ഇതെന്താ അറിയോ? ഇതിന്റെ പേരാണ് ഇടിമുട്ടി അല്ലേ? അത് ഒരലും ഒലക്കയും. ഇതിന് ഇടിമുട്ടി എന്നൊരു പേരുമുണ്ട്. കാരണം രണ്ട് വിഭാഗമാണ്. ആറന്മുള ശൈലിയിലും കുട്ടനാട് ശൈലിയിലും വഞ്ചിപ്പാട്ട് പാടും. അപ്പോൾ ഇത് കുട്ടനാട് ശൈലിയാണ്. കുട്ടനാട് ശൈലിയിലാണ് ഇടിച്ചു കുത്തി പാടുക, ഇടിമുട്ടിയിൽ പാടുക എന്നുള്ള ശൈലി വരുന്നത്. അപ്പൊ ഒലക്കയല്ല, ഇടിയൻ. കണ്ടോ, ഇതാണ് ആ പേര്. ആ ഇടിയനിൽ ഇടിച്ചാണ് പാടുക. ഇടിച്ചു കുത്തി വള്ളങ്ങൾ കേട്ടിട്ടില്ലേ? അപ്പോൾ പോട്ടെ, പാടിക്കോ. യെസ്, തുടങ്ങാം. ഏതായാലും തട്ടമിട്ട മൊഞ്ചത്തികൾ പാടിത്തന്ന വഞ്ചിപ്പാട്ട് പൊളി 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 പൊളി. അപ്പൊ ഇതെന്താ മോശമാണോ? ഒരു മോശമല്ല. ഞാൻ ഈ തട്ടമിട്ട മൊഞ്ചത്തിമാരാണ് ശ്രദ്ധിച്ചത്. അതിനിടയ്ക്ക് നിന്നെ ശ്രദ്ധിച്ചില്ല. സൂപ്പർ മോളെ, അടിപൊളി. എന്താ മോളെ പേരെന്താ? നുഹ ഫാത്തിമ. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? എല്ലാവരും ഒന്ന് പരിചയപ്പെടുത്തി. എല്ലാവരുടെ പേര് പരിചയപ്പെടുത്തിയേ. ഓക്കേ, പറഞ്ഞോ. ഫാത്തിമ സെൽവ, ഖദീജത്ത് നാജിയ, ഷിഫാന, ഖദീജ, റുബി, നുഹ ഫാത്തിമ, ഫാത്തിമത്ത് ആയിഷ, ഷഹനാസ്. ഓക്കേ, നുഹ ടീമാണോ?
നുഹ ആൻഡ് ടീമാണോ അങ്ങനെയാണോ പറയുന്നത്? മേഘ, ഇവരുടെ സ്കൂളിന് ഒരു പ്രത്യേകതയുണ്ട്. 6000-ലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന കാസർഗോഡ് ജില്ലയിലെ ഏക സ്കൂൾ കൂടിയാണ് അല്ലേ? അപ്പൊ ആ സ്കൂളിന് ഒരു യോ കൊടുത്തേ. യോ യോ യോ. യെസ്. ഓക്കെ, താങ്ക് യു മക്കളെ.